ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നറിയോ? അടിപൊളി മീൻ കറി, വളരെ സിമ്പിളായിട്ട് നിലു ബേബിക്ക് ഇഷ്ടപ്പെട്ട മീൻ കറിയാണ്. അപ്പോൾ നിലു ബേബിക്ക് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന നോക്കണ്ടേ? അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. എങ്ങനെയല്ല ഇന്ന് ഉണ്ടാക്കാം? ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും. അപ്പോൾ നിങ്ങൾ എത്രയാണോ മീൻ എടുക്കുന്നത് അതിനനുസരിച്ച് കാണി ഇതേപോലെ പൊടികളൊക്കെ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുടംപുളിയാണ് നിലു ബേബിക്ക് ഇഷ്ടം. നമ്മളതിലേക്ക് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് പുളി ഇതേപോലെ തന്നെ ഒന്ന് നല്ലൊന്ന് കുതിർത്ത് വെക്കുക. കുരുല്ലാത്ത പുളിയാവണം. പിന്നെ നമുക്ക് ഉള്ളി വേണം, അതേപോലെ തന്നെ വെളുത്തുള്ളി വേണം. സാധാരണ സവോള അല്ലെങ്കിൽ ചെറുള്ളി മതി. അതൊക്കെ ചേർത്ത് ഒരു അരപ്പ് തയ്യാറാക്കുക. അതിനുശേഷം അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും തക്കാളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിനയും ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം തന്നെ കേട്ടോ. ആ മീനിലേക്ക് എല്ലാതും ഒന്ന് അരപ്പ് ചേരാനും വേണ്ടിയിട്ട് നല്ലപോലെ ഇതൊന്ന് ആദ്യം ഒന്ന് തിളച്ച് വെന്തിരിക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വേവണം. ഇപ്പം നല്ലപോലെ ഒന്ന് തിളച്ചിക്കണം. ഇനി തീ നല്ലപോലെ ഒന്ന് കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കറി വറ്റും, തക്കാളി ഒന്നും വേവൂല. അപ്പോൾ തീ കുറച്ചതിന് ശേഷം നല്ലപോലെ തക്കാളിയൊക്കെ ഒന്ന് വേവാനും വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തേക്കണേ. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മീൻ, ഇത് അമൂറാണ്. ഇത് ഏത് മീൻ കറിയിലും ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അമൂറാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഇനി ആ കഷ്ണങ്ങളൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണേ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മീനൊക്കെ ഒന്ന് വേവാനും വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അമൂറിന് വളരെ വേവ് കുറവാണ്, നല്ല സോഫ്റ്റിൽ ഇറച്ചിയായതുകൊണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ മീനൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിക്കണം. ഇനി നമുക്ക് കറി ഒന്ന് വാങ്ങി വെക്കണം. നല്ലോണം ഇനി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. വാങ്ങി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു താളിപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉലുവി കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. അപ്പോൾ കടുക് പൊട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കാട്ടാന്നറിയാം, ആ കടുകൊന്ന് പുറത്തേക്ക് പൊട്ടിപ്പോകാതെക്കാൻ വേണ്ടി ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം കടുകൊക്കെ ഒന്ന് പൊട്ടി തീർന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നല്ലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരൊറ്റ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നല്ലൊരു നെരുന്നെരിപ്പാകുമ്പോൾ നല്ല കളറൊക്കെ മാറി ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കത് വാങ്ങി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ലാസ്റ്റ് ചേർക്കുന്ന ഈ അരപ്പിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൂടി ചേർത്താൽ അതൊരു മീൻ കറി ആവുള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കിയ താളിപ്പിൻ്റെ ചട്ടിയിൽ വലിയ താളിപ്പിനത് ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് കറി വെച്ച് ചുഴറ്റിയിട്ട് അതേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ അരപ്പൊക്കെ ആ മിക്സിക്ക് ആ താളിപ്പൊക്കെ നാണ രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരൊറ്റ കഷ്ണം അതേപോലെ കുറച്ച് കറിയൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കഴിച്ച് നോക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ്. വെറുതെ അല്ല നിലു ബേബിക്ക് ഈ മീൻ കറി ഇത്ര ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.